പാതിവില തട്ടിപ്പിൽ കൊച്ചി ക്രൈംബ്രാഞ്ച് എസ്.പി. എ.ജെ. സോജൻ തലവനായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറങ്ങി. അന്വേഷണത്തിന് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള 11 സംഘവും സൈബർ പോലീസും സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി എസ്. ശാലിനി ചേരുന്നു. ശാലിനി, പകുതിവില തട്ടിപ്പ് കേരളത്തിൽ വ്യാപകമാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരാതികളുടെ പ്രവാഹമാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ, ഈ സംഘങ്ങൾ എങ്ങനെയാണ്? കൃഷ്ണരാജ്, സംസ്ഥാന വ്യാപകമായി പാതിവില തട്ടിപ്പിൽ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലും ഒപ്പം തന്നെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഒപ്പം തന്നെ മുൻ ജഡ്ജിമാരടക്കമുള്ളവരും ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണത്തിന് സർക്കാർ തലത്തിൽ തീരുമാനമായത്. പോലീസിന്റെ തലപ്പത്തും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് ഔദ്യോഗികമായ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൊച്ചി ക്രൈംബ്രാഞ്ച് എസ്.പി. എം.ജെ. സോജൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല വഹിക്കും. ഒപ്പം തന്നെ 11 ഡിവൈഎസ്പിമാരുടെ സംഘവും ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകും. സൈബർ പോലീസിന്റെ അടക്കമുള്ളവരുടെ സഹായവും ഈ ഒരു അന്വേഷണത്തിന് ഉണ്ടാകുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ സജീവമാകുന്ന സാഹചര്യം ഒപ്പം തന്നെ ഈ വിവിധ ആളുകളുടെ കോൺടാക്റ്റുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കം പോലീസ് കടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സൈബർ പോലീസിന്റെ കൂടെ സഹായം തേടിക്കൊണ്ട് വിശദമായൊരു അന്വേഷണം സംസ്ഥാന വ്യാപകമായി നടത്താൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ തീരുമാനം സർക്കാർ തലത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു. അനന്തകൃഷ്ണൻ അടക്കമുള്ളവരുടെ പേരിൽ നിരവധി പരാതികൾ സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉയർന്ന പശ്ചാത്തലം നിരവധി പരാതികൾ ഈ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഒപ്പം തന്നെ കോടികളുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാഹചര്യങ്ങൾ ഒപ്പം തന്നെ ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം എന്നുള്ളത് ക്രൈംബ്രാഞ്ച് ധാരണയായത്. ഇതിനാണ് ഇപ്പോൾ 11 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത്. എന്നാലും നാളെ തന്നെ വിശദമായ അന്വേഷണം ഈ സംഘം ആരംഭിക്കുകയും ചെയ്യും. മറ്റേതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികൾക്കോ അടക്കമുള്ളവർക്കും ജനപ്രതിനിധികൾക്കും ഈ കേസിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം വ്യക്തത തേടുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയ സാഹചര്യത്തിൽ രേഖകളടക്കം നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പുറത്തേക്ക് വരാത്ത പേരുകൾ അടക്കം ഇനി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ടായിരുന്നു. അഞ്ചുന്റെ അടക്കം ഫോണുകളും ഒപ്പം തന്നെ ലാപ്ടോപ്പുകളും അടക്കം കേന്ദ്രീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായ പരിശോധന കൂടി നടത്താൻ തീരുമാനമായിട്ടുണ്ട്. കൃഷ്ണരാജ്, പാതിവില തട്ടിപ്പിൽ കൊച്ചി ക്രൈംബ്രാഞ്ച് എസ്.പി. എം.ജെ. സോജൻ തലവനായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറങ്ങി. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ്. ശാലിനി.